തണ്ടും പിന്നെ നമ്മുടെ ഇലയും സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല വെച്ചിട്ടൊരു ഉപ്പേരിയും തണ്ട് വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നത് ഈ ചട്ടിയിലാണ്, ചട്ടിയിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചേമ്പ് 2 ചേമ്പ് എടുത്തിട്ടുണ്ട്. അതും കുറച്ച് പച്ചമുളകും കൂടിയിട്ട് ഇത് വേറെ ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല, വെറും പച്ചമുളകും ഈ ചേമ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം. നമ്മൾ ചേമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുറച്ച് പച്ചമുളകും ചേമ്പും, ഒരു 2 ചെറിയ ചേമ്പാണ് എടുത്തേക്കണം. ഇത് ഉപ്പേരി വയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില ആൻഡ് തേങ്ങ. ഇത്രയാണ് നമുക്ക് ചേമ്പിൻ്റെ താളുകൊണ്ടുള്ള ഉപ്പേരിയാണ്. ആസ് യൂഷ്വൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുത്തി വരുമ്പോഴേക്കും കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് പരിപ്പായി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും അങ്ങനെ ഇതൊക്കെ വന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചരുകിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ചേമ്പിൻ്റെ താളുകൊണ്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ചേമ്പിൻ്റെ തണ്ടുകൊണ്ടുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ചേമ്പ് പച്ചമുളക് കൂടി ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തണ്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേമ്പ് വേവിക്കാൻ വെച്ചത് ചേമ്പും പച്ചമുളക് കൂടി വേവിക്കാൻ വെച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ പീസസൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ട് കഴുകി വെച്ച ചേമ്പിൻ്റെ തണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വീണ്ടും കുറച്ച് നേരം അടച്ചു വയ്ക്കണം. ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് കറിവേപ്പിലയും